വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവശേഷം യുവതിയുടെ ശരീരത്തിൽ തുണി കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിലെ വിദഗ്ധരുടെ സംഘം തെളിവെടുപ്പ് നടത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വീണ സരോജിനിയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. യുവതിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന തുണിക്കഷ്ണവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രേഖകളും സംഘം പരിശോധിച്ചു. 2 തുണിക്കഷ്ണം ചേർന്ന കെട്ടായിരുന്നു യുവതിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വന്നത്. ഇതിൽ ഒരു കഷ്ണം ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസിന് കൈമാറി. വിദഗ്ധ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക. ചികിത്സക്കെത്തിയത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിച്ചതായി യുവതി പറഞ്ഞു. ഒക്ടോബർ 20-നാണ് മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരിയുടെ പ്രസവം മെഡിക്കൽ കോളേജിൽ നടന്നത്. രക്തസ്രാവം തടയാൻ വെച്ച തുണി പുറത്തെടുത്തിരുന്നില്ല എന്ന ആരോപണമാണ് യുവതി ഉയർത്തുന്നത്. ഇന്ന് ഗൈനോളജിക്കൽ വേറെ എവിടുന്ന് വന്ന ഡോക്ടർമാരാണ് ഗൈനോളജിക്കൽ പരിശോധിച്ചത്. ഇത് തുണി അവർ ഉള്ളിൽ പരിശോധിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു 16 സെൻറ്റിമീറ്റർ ആയിരുന്നു. അവരിനി ബ്ലഡും ടെസ്റ്റ് ചെയ്തു, അതിനായിട്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല, ഒന്നും പറഞ്ഞിട്ടില്ല.